സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഈക്വൽ ട്രയാങ്കിൾസ്. ഈ ചാപ്റ്ററിൽ കുറച്ച് ഡിഫിക്കൽട്ടി തോന്നാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. കാരണം അതിൻ്റെ ബേസ് മനസ്സിലാക്കി ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് നമ്മൾ ക്ലാസ്സിലിപ്പോൾ 1-2 പ്രാവശ്യം എടുത്തു കഴിഞ്ഞു. കുറേ പ്രാവശ്യം ഞാനത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ പല കുട്ടികളും അത് എപ്പോഴും ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ നോട്ടിലേക്ക് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയും ഏത് സമയം തൊട്ടാണ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ അത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുകയും ബാക്കിയുള്ള സമയം നിങ്ങളിത് കേട്ടിരിക്കുകയും ചെയ്യുക കേട്ടോ, കണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ വീഡിയോ കൊണ്ട് കാര്യമുള്ളൂ. അപ്പം എൻ്റെ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമോ ചിലപ്പം കേട്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. കാരണം അത്രയും ബുദ്ധിമുട്ടുള്ള പാർട്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് വരാം. എന്താണ് നമുക്കിതിൽ ആദ്യം കൺസിഡർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്ന് നോക്കാം. ലിസൺ. ഇൻ ദ ഫിഗർ എ ബി ആൻഡ് ബി ക്യു, in the figure AP and BQ equal and parallel are lines drawn at the end of a line AB. AB എന്ന് പറയുന്ന ലൈൻ ഇത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. AB എന്ന് പറയുന്ന ലൈൻ ഈ ലൈനിൻ്റെ എൻഡിലൂടെ വരച്ച ലൈൻസ് ആണ് AP ആൻഡ് BQ. AP and BQ are parallel. The point of intersection of PQ and AB marked at M. The point of intersection of PQ, ആ എൻഡുകൾ പിയും ക്യൂടെ ജോയിൻ ചെയ്തപ്പോൾ അവിടെ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ എം എന്ന് മാർക്ക് ചെയ്തു. എം ഈസ് ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് പി ക്യു ആൻഡ് എ ബി, ആൻഡ് ദ പോയിന്റ് ഈസ് കൺസിഡർഡ് ആസ് എം. Then we have 2 triangles here, triangle AMP and triangle BMQ. Listen, 2 triangles are here, triangle AMP and triangle BMQ. ഇതിനെപ്പറ്റി നമുക്ക് കിട്ടും എന്നുള്ളത് ആദ്യം ഒന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ഈ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്യണം. ഫിഗർ ഡ്രോ ചെയ്യണം, റഫ് ഫിഗറാണ്. അപ്പോൾ എല്ലാവരും ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്തേ. ഓക്കെ സ്റ്റുഡൻസ്, ഞാൻ ഈ പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കളർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കളർ ചെയ്യേണ്ട കേട്ടോ. ഓക്കെ, ഇനി ലിസൺ. വി നോ ദാറ്റ് എ പി ആൻഡ് ബി ക്യു ആർ പാരലൽ. ഇനി നിങ്ങൾ എഴുതരുത് കേട്ടോ, ഇനി നിങ്ങളൊന്നും ചെയ്യരുത്. നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിരിക്കുക. ആൻസർ ഞാൻ വേറെ പറഞ്ഞുതരും. ലിസൺ. ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ഹൗ ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ ഈക്വൽ? ബിക്കോസ് angle A and angle B are alternate interior angles or alternate angles. Okay, angle A എന്നും angle B എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ angle PAM and angle QBM എന്ന് വിളിക്കാം. angle PAM and angle QBM, alternate interior angles. അപ്പോൾ ഞാനിത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കളറിങ് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അതേപോലെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കളറിങ് കൊടുത്തു. ഓക്കെ, ദെൻ അടുത്തത് ശ്രദ്ധിക്കണേ. ഞാനിനി അടുത്ത ആംഗിൾ പറയുന്നത് ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ. എന്തുകൊണ്ടാണ് അതങ്ങനെ വരാൻ കാരണം? ബിക്കോസ് എ പി ആൻഡ് ബി ക്യു ആർ പാരലൽ, alternate interior angles. അപ്പോൾ ആ നെയിം ഒന്ന് ഞാൻ ഇവിടെ എഴുതുകയാണ്. ആംഗിൾ എ പി എം ആൻഡ് ആംഗിൾ ബി ക്യു എം. ആൻഡ് ഓൾസോ വി നോ ദാറ്റ് എ പി ആൻഡ് ബി ക്യു ആർ ഈക്വൽ ആൻഡ് പാരലൽ. എ പി ഈക്വൽ ടു ബി ക്യു. അപ്പോൾ ഈ ഒരു 3 കണ്ടീഷൻ, അതായത് ഈക്വൽ ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഞാൻ പറഞ്ഞു തന്നത്? നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ASA എന്ന് പറഞ്ഞത് കേട്ടോ. ആ ഒരു പ്രോപ്പർട്ടി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ആംഗിൾ സൈഡ് ആംഗിൾ, ആംഗിൾ സൈഡ് ആംഗിൾ കേട്ടോ, ഇത് ഇവിടെയും വരുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ദീസ് 2 triangles are
2 triangles are equal triangles. Okay, equal triangles. ഇനി അപ്പോൾ ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി ഞാനിതൊക്കെ മായ്ക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലായി കേട്ടോ. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, എൻ്റെ ക്ലാസ് നിങ്ങൾ ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. ഇതൊന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്യരുത് ഈ പറഞ്ഞ ഒന്ന് കേട്ടോ. ഒക്കെ ഞാൻ പറയും, സമയമാകുമ്പോൾ നിങ്ങൾക്ക് എഴുതാം. ലിസൺ. ആർ ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ എ എം പി ഈക്വൽ ടു ദ സൈഡ്സ് ഓഫ് ബി എം ക്യൂ? അപ്പോൾ നമ്മൾ പറഞ്ഞു ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്നത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറഞ്ഞില്ലേ? യെസ്. The sides are equal. Why? Because the two triangles are equal triangles. Okay. ഇനി ഞാൻ നിങ്ങളോട് വേറൊന്ന് ചോദിക്കട്ടെ. Can you say about AM equal to BM? AM ഉം BM ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യെസ്. കാരണം ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് നമുക്ക് പറയാം AM ഈക്വൽ ടു BM. ഉണ്ടോ? AM ഈക്വൽ ടു BM. AM ഉം BM ഈക്വൽ ആണ്. ഉണ്ടോ? AM ഈക്വൽ ടു BM. AM ഈക്വൽ ടു BM. എന്നാ പറ, എമ്മിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയാം അപ്പോൾ? വാട്ട് ഈസ് ദ സ്പെഷ്യൽ അബൌട്ട് ദ പൊസിഷൻ M ഓൺ AB? ഹിയർ M ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് AB. M ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AB. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ. നിങ്ങൾ ഈ കാര്യം ഒന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഞാനത് നോട്ടിലേക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്ക് ചെയ്ത നോട്ടാണിത്. ഇവിടെ ഇഫ് എന്നാട്ടോ, അത് ഇഫ് വൺ സൈഡ് ഓഫ് ആംഗിൾ AMP ആൻഡ് ദ ആംഗിൾ at its ends are equal to one side of triangle BMQ and the angles at its ends കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുക, നീറ്റായിട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഡൗൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ഫിഗറും നിങ്ങൾ ഡ്രോ ചെയ്യണം കേട്ടോ. റഫ് ഫിഗറാണ്, ഇതിലുള്ള പോലെ തന്നെ വരണം. അവിടെ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അതിൻ്റെ ഉള്ളിൽ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ കാണിച്ചില്ലേ, അത് 90 ഡിഗ്രി ആയിരിക്കും കേട്ടോ. CD പെർപെൻഡിക്കുലർ ടു AB ആൻഡ് QR പെർപെൻഡിക്കുലർ ടു BS കേട്ടോ. അതൊക്കെ അതിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇൻ ദ ഫിഗർ AB ഈക്വൽ ടു QR നിങ്ങൾ കൺസിഡർ ചെയ്യുക ട്രയാങ്കിൾ ABC. ഫസ്റ്റ് ലാർജ് ട്രയാങ്കിളും സെക്കൻഡ് ലാർജ് ട്രയാങ്കിൾ PQR കേട്ടോ. 2 triangles are here. Here AB equal to QR. Listen, AB എന്ന് പറയുന്നത് ഇത് AB equal to QR and BC is equal to RP. BC, what is BC? Yes, BC is equal to RP and CA is equal to PQ. CA is equal to PQ. ഇത്രയാവുമ്പോഴേക്ക് തന്നെ നമുക്ക് പറയാം 2 triangles are equal. അത് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സൈഡ് SSS ഓർത്ത് വെച്ചാൽ മതി. If 3 sides of a triangle are correspondingly equal to 3 sides of another triangle, then the 2 triangles are equal. Here we can say that triangle ABC and triangle PQR are equal triangles. Okay, triangle ABC and triangle PQR are equal triangles. നിങ്ങൾ എഴുതണ്ട കേട്ടോ, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി. ക്വസ്റ്റ്യൻ മാത്രം എഴുതി അവിടെ വെക്കുക, ബാക്കിയുള്ള ഞാൻ പറയും കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. ട്രയാങ്കിൾസ് ഈക്വൽ ആണെങ്കിൽ ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. എന്താ പറഞ്ഞത്? ദി ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ്, ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആ ഒരു ഈക്വൽ ആംഗിൾസ് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഏതൊക്കെയാണ് ഈക്വൽ ആംഗിൾസ് ഇതിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ മിഡിൽ വരുന്ന CD ആൻഡ് PS ലൈൻ നിങ്ങളിപ്പോൾ കൺസിഡർ ചെയ്യരുത് കേട്ടോ. CD PS ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്യരുത്. ഫസ്റ്റ് നമുക്ക് ഗിവൺ ആണ് AB ഈക്വൽ ടു QR. ABക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ABക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ C ആ കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ട്രയാങ്കിളിൽ AB എന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന C എന്ന ആംഗിളും QRന് ഓപ്പോസിറ്റ് വരുന്ന P എന്ന ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ അതാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ദ ആംഗിൾ ഓപ്പോസിറ്റ് ടു ദ ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ കേട്ടോ. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിളൊക്കെ ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ ഈക്വൽ ആണെന്ന് കിട്ടി കേട്ടോ. C ഈക്വൽ ടു P. ഇനി ദ സെക്കൻഡ് വൺ ഈസ്
ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ബി സി ഈസ് ഈക്വൽ ടു ആർ പി. അപ്പോൾ നമ്മൾ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ബി സി ഈക്വൽ ടു ആർ പി. ബി സിക്ക് ഓപ്പോസിറ്റ് ആര്? ബി സി എന്ന സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എ ആ കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ ഇതാ, ഈ ഒരു ആംഗിളും കണ്ടോ, ഈ ഒരു ആംഗിളും അതേപോലെ തന്നെ വേറെ ഏതാ വരുന്നത്? ബി സി ഈസ് ഈക്വൽ ടു ആർ പി. ആർ പി എന്ന സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ആർ പി എന്ന് പറയുന്ന സൈഡിന് ഓപ്പോസിറ്റ് ആരാ വരുന്നത്? ക്യൂ ആണ് കണ്ടോ. ഈ ഒരു ആംഗിളും ഈക്വൽ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിഗറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, കാര്യം മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. ആൻഡ് ദ തേർഡ് വൺ ഈസ് സി എ ഈസ് ഈക്വൽ ടു പി ക്യു. സി എ ഈസ് ഈക്വൽ ടു പി ക്യു. അപ്പോൾ അതെവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇനി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. നോക്കിക്കോണം. സി എ ഇതാ ബി ആണ്. ഇനി അവിടെ ഒരെണ്ണേ ബാക്കിയുള്ളൂ, അത് നമുക്കറിയാം. ഇതാണ് അതെന്ന് അല്ലേ. സി എ ഈസ് ഈക്വൽ ടു ബി ക്യു. വെയിറ്റ് ചെയ്യും കേട്ടോ. സി എ ഈസ് ഈക്വൽ ടു ബി ക്യു. അപ്പോൾ ഇവിടെ 6 കണ്ടോ. ക്ലിയർ ആയി അല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കൊണ്ടുവന്നത് ഈ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ കൊണ്ടുവന്നു. നമ്മളതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞു. 2 ട്രയാങ്കിളും ഈക്വൽ ആണ്. അപ്പോൾ അതിൽ ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ എന്നുള്ളത് നമുക്ക് കിട്ടി. ഇനി ഞാനിവിടെ 2 ട്രയാങ്കിൾസ് പറയാൻ പോവുകയാണ്. അപ്പോൾ ഏതാണ് ആ 2 ട്രയാങ്കിൾ എന്നുള്ളത് ഞാൻ അതിന് കളർ കൊടുക്കാം. ഏതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ എന്നുള്ളതിന് ഞാനൊരു കളർ കൊടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലിസൺ. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അതിൽ കളർ കൊടുത്ത ട്രയാങ്കിൾ ആണ്. ഒന്ന് ട്രയാങ്കിൾ എ ഡി സി ആൻഡ് ട്രയാങ്കിൾ ക്യു എസ് പി. എ ഡി സി ആൻഡ് ട്രയാങ്കിൾ ക്യു എസ് പി. ദീസ് 2 ട്രയാങ്കിൾസ് ആർ, ലിസൺ, ദീസ് 2 ട്രയാങ്കിൾസ് ആർ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ്. കറക്റ്റ് അല്ലേ? ഈ 2 ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? നിങ്ങൾ നോക്കിയേ അല്ലേ? 90 ഡിഗ്രി രണ്ടിലും വരുന്നില്ലേ? 90 ഡിഗ്രി ഈക്വൽ. ഇനി one angle A and angle Q, they are equal because നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ റെഡ് കളർ മാർക്ക് ചെയ്ത ആംഗിൾസ് അല്ലേ അത്. അപ്പോൾ അതും ഈക്വൽ. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിൽ ഒരു ആംഗിളൂടെ ഇനി വരാനുള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. 90 ഉണ്ട്. റെഡ് കളർ ഈക്വലായി. ഇനി ദ റിമൈനിങ് ആംഗിൾ ഈസ് ആംഗിൾ എ സി ഡി. നിങ്ങൾ നോക്കണം. എ സി ഡി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഞാൻ എ സി ഡി എന്ന് പറയുന്ന ആംഗിൾ മാത്രം ഒന്ന് കളർ ചെയ്യാതെ അവിടെ ഉണ്ടോ. ഈ ഒരു പാർട്ട് മാത്രം, ഈ ഒരു പോർഷൻ ഉണ്ടോ, ഈ ഒരു പോർഷൻ ഇതാ എ സി ഡി. അപ്പോൾ ഇതിൽ അതിന് പകരമായിട്ട് ആരുണ്ടാവുക? ക്യു പി എസ്. ഇതാ ക്യു പി എസ് ഉണ്ടോ. ഈ 2 ആംഗിളും ഈക്വൽ ആയിരിക്കും. കാരണം 2 എണ്ണം സെയിം ആയിട്ട് വന്നാൽ ഇനി മൂന്നാമത്തെ ബാലൻസ് ഉള്ള ആംഗിളാണ് അവിടെ ബാക്കി കിടക്കുന്നത്. അത് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി ഈക്വൽ ആയിക്കോളും. ശരി. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്. ക്ലാസ്സിൽ എല്ലാം ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് പറയൂ. ആംഗിൾ എ സി ഡി ആൻഡ് ആംഗിൾ ക്യു പി എസ്. എ സി ഡി ആൻഡ് ക്യു പി എസ് ആർ ഈക്വൽ. ഇനി എൻ്റെ ചോദ്യം നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, എ സി ആൻഡ് പി ക്യു ഈക്വൽ അല്ലേ? എ സി ആൻഡ് പി ക്യു ഈക്വൽ അല്ലേ? അത് നമ്മൾ ഗിവൺ ആണ്. ഇതാ തേർഡ് വൺ. ഓക്കെ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഈ യെല്ലോ കളേർഡ് ട്രയാങ്കിൾസ് രണ്ടും പറയൂ. യെല്ലോ കളേർഡായ ട്രയാങ്കിൾസ് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ. These 2 yellow colored triangles are equal. ഈക്വൽ ആണെങ്കിൽ അവിടെ ഏത് സൈഡ് സെയിം ആക്കി എടുക്കാം നമുക്ക്? therefore CD is equal to PS. ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. വൈ എന്ന് ചോദിച്ചാൽ ബിക്കോസ് CD is equal to PS. CDയും PSഉം സെയിം ആണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ CD is equal to PS എന്ന്. ഇതൊന്നും നിങ്ങൾ നോട്ടിലേക്ക് ഇപ്പോൾ എഴുതരുത്. നിങ്ങൾ ക്ലാസ് ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിയർ AB ഈസ് ദ ബേസ്. ഹിയർ QR ഈസ് ദ ബേസ്. CD ഈസ് ദ ഹൈറ്റ്. Similarly, PS is the height. These are correspondingly equal. We know that AB and RQ are equal, and CD and PS are equal. നമ്മൾ just prove ചെയ്ത് കഴിഞ്ഞു. So we can say that these 2 triangles of the areas of these 2 triangles are equal. That is, the area is half BH, half into AB into CD. The area of the second triangle is half into QR into PS. Okay, these 2 triangles are equal triangles. Okay,
അപ്പം വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ? അതാണ് ഇതിൽ ചോദിച്ചത്. ഏരിയാസ് ആർ ഈക്വൽ. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ് കംപ്ലീറ്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് എന്ത് ചെയ്യണം, നോട്ടിലേക്ക് നീറ്റായിട്ട് കോപ്പി ചെയ്യണം കേട്ടോ. ചില സ്ഥലത്തൊക്കെ ആംഗിളൊക്കെ ട്രയാങ്കിൾ എഴുതി പോയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ബാക്കി ഇല്ല, വേറെ എവിടെയില്ല കേട്ടോ. യെസ്, അപ്പോൾ അതൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നോട്ടിലേക്ക് കോപ്പി ചെയ്തത്. യെസ്, ലിസൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിലൊരു ക്വസ്റ്റ്യൻ കാണുന്നുണ്ടാവും. നിങ്ങളതൊന്ന് നോട്ടിലേക്ക് കോപ്പി ചെയ്ത് എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ നീറ്റായിട്ട് നോട്ടിലേക്ക് കോപ്പി ചെയ്യും. In the quadrilateral ABCD shown below, the sides AB and CD are parallel. M is the midpoint of the side BC. M is the midpoint of the side BC. Listen. Here we say that say that AB and CD are parallel. AB and CD parallel ആണ്. നിങ്ങൾ നോക്കുക, ഈ മുകളിലുള്ള CD യും താഴെയുള്ള AB എന്താണ്, ഇത്രയും ഉണ്ടോ, പാരലൽ ആണെന്ന്. അപ്പോൾ ഈ പാരലൽ ആണെങ്കിൽ ഇതിനൊരു നെയിം ഉണ്ട്. എ ബി സി ഡി ഈസ് കോൾഡ് ദ റോംബസ് ആണോ? റോംബസ് ആണോ? നോ, എന്താ പറയുക, ട്രിപ്പേസിയം. ഓക്കെ, എ ബി സി ഡി ഈസ് കോൾഡ് ട്രിപ്പേസിയം. ഓക്കെ, ഇനി ഇവർ പറയുകയാണെങ്കിൽ എം ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ബി സി. എം എന്ന് പറയുന്ന സൈഡിൻ്റെ മിഡ് പോയിന്റ് ആണ് ബി സി. ദ ലൈൻ ഡി എം ജോയിൻ ചെയ്തു ആൻഡ് എ ബി എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത് ഡി എമ്മും ഇതോടെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചാൽ എന്ത് ചെയ്യും, ഇൻ്റർസെക്റ്റ് ചെയ്യും. മീറ്റ് അറ്റ് എന്നിൽ വെച്ച് ഇൻ്റർസെക്റ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇതേപോലൊരു ഫിഗർ ഉണ്ടായിരുന്നു ഉണ്ടോ, ഇതേപോലൊരു ഫിഗർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് ഇതിങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് വരച്ച് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് നീട്ടി വരച്ചു. അതേപോലെ ഈ താഴെയുള്ള സൈഡ് ഇങ്ങോട്ട് നീട്ടി വരച്ചപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തതാണ്. ഇവിടെ ഉള്ളൂ, ഇവിടെ ഉള്ളൂ. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആർ ദി ഏരിയാസ് ഓഫ് ട്രയാങ്കിൾ സി ഡി എം ആൻഡ് ബി എം എൻ ആർ ഈക്വൽ? സി ഡി എം എന്ന് പറയുന്നതിൻ്റെയും ബി എം എൻ എന്ന് പറയുന്നതിൻ്റെയും ഏരിയ ഈക്വൽ ആണോ? ആണെങ്കിൽ വൈ, എന്തുകൊണ്ട്? ഓക്കെ, നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം ഞാൻ ആദ്യം ഇതിൽ കുറച്ച് കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ പോവാണ്. ഒന്ന് കളർ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയാണ് ഞാനത് കളർ ചെയ്യുന്നത്, നമുക്ക് ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാൻ വേണ്ടി. ഓക്കെ, അതിന് ശേഷം പറയാം. ഓക്കെ, ഞാനത് കളർ ചെയ്തു. ഇനി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽ കുറച്ച് ആംഗിൾസ്, ഈക്വൽ ആംഗിൾസ് പറയാൻ പോവുകയാണ്, ശ്രദ്ധിക്കണേ. ഫസ്റ്റ് വൺ ഇതാണ്, ഇത് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടോ, ഇവിടെ ഒരു ആംഗിൾ വരുന്നുണ്ട്. ഈ ആംഗിളിൻ്റെ അതേ മെഷർമെൻ്റ് ആയിരിക്കും ഇവിടെ വരുന്നത് ഉണ്ടോ, അതേ മെഷർമെൻ്റ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ആംഗിൾസ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈക്വൽ ആവാൻ കാരണം? ബിക്കോസ് ദേ ആർ alternate angles. ഓക്കെ, alternate angles. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും സെയിമാ ഉണ്ടോ, ആ രണ്ട് ആംഗിൾസ് സെയിമാ. അതെന്തുകൊണ്ടാണ് ആ രണ്ട് ആംഗിളും സെയിം ആവാൻ കാരണം? പറയൂ, എന്തുകൊണ്ടാണ് ആ രണ്ട് ആംഗിളും സെയിം ആണെന്ന് പറയാൻ കാരണം? ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണിത്. ഓക്കെ, അത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചതാണ്. ഇവിടെ വരുന്ന ആംഗിളും ഇവിടെ വരുന്ന ആംഗിളും ഉണ്ടോ, ഈ രണ്ട് ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി അതേപോലെ തന്നെ സി എം ഈക്വൽ ടു ബി എമ്മും ആണ്, കാരണം എം മിഡ് പോയിൻ്റ് ആണല്ലോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എ എസ് എ രണ്ട് ട്രയാങ്കിളും വരുന്നുണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് ഉണ്ടോ, എ എസ് എ. നിങ്ങൾ നോട്ടിലേക്ക് എഴുതരുത് കേട്ടോ, ആൻസർ ചെയ്യാൻ വേറെ പറയും. അങ്ങനെ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളും എന്താണെന്ന് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പറയാം. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ്. അപ്പോൾ ഞാനിവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഒന്നാമത്തെ ആൻസർ അല്ല, ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടതായി എ സി ഡി സി എം കേട്ടോ, മുകളിലുള്ള ട്രയാങ്കിൾ, ബി എം എൻ താഴെയുള്ള ട്രയാങ്കിൾ, ഇത് രണ്ടും ഈക്വൽ ആണോ? ദേ ആർ ഈക്വൽ. ഓക്കെ, ഈക്വൽ ട്രയാങ്കിൾസ്. ഇനി വാട്ട് ഈസ് ദ, അപ്പോൾ അത് കഴിഞ്ഞു കേട്ടോ, അത് കഴിഞ്ഞേ. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞത് ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണ്, ദർ ഏരിയാസ് ആർ ഓൾസോ ഈക്വൽ. Okay, they are equal triangles and therefore the areas are also equal. അപ്പോൾ ഇനി ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാൻ പോവുകയാണ്. എന്താണെന്നുള്ളത് പറയാം. ഞാനിതിൻ്റെ കളറിംഗ് ഒക്കെ മായ്ച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നമുക്ക് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ.
ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. അപ്പോൾ ഞാൻ ആ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡിക്ക് ഒരു ഷെയ്ഡിങ് കൊടുക്കാൻ പോവുകയാണ്. കണ്ടോ, ഇതാണ് ആ ഷെയ്ഡിങ്. ഇങ്ങനെയാണ് ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യാൻ പെട്ടെന്ന്. യെസ്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ ഞാൻ ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഉണ്ടായിരുന്നു, അത് കംപ്ലീറ്റ് ഗ്രീൻ കളർ വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുത്തേക്കുക. ആ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ, അപ്പോൾ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് അതിൻ്റെ ഏരിയ ആയിട്ട് വരിക. ആ ഏരിയയും അതേപോലെ തന്നെ ട്രയാങ്കിൾ എ ഡി എൻ നിങ്ങൾ കാണുന്നുണ്ടാവും, എ ഡി എൻ എന്ന് പറയുന്ന ട്രയാങ്കിൾ. അപ്പോൾ ഞാനത് മാറ്റി വരയ്ക്കും. എ ഡി എന്നിൻ്റെ ഏരിയയും സെയിം ആണോ എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനേ ഒരു കാര്യം ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഏരിയ സെയിം ആണോ എന്നുള്ളത് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നതിന് തൊട്ട് മുമ്പേ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ സെയിം ആയിട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഭാഗത്തുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ ഞാനങ്ങ് മായ്ക്കും. കേട്ടോ, ഇത് ഞാനങ്ങ് ഒഴിവാക്കി, ഇത് വേണ്ട. പകരം ശ്രദ്ധിക്കണം, പകരം ആ ഏരിയ തന്നെയാണല്ലോ തൊട്ട് താഴെയുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ, ശരിയല്ലേ? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ സെയിമാ നമ്മൾ പറഞ്ഞു വെച്ചില്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ പിന്നെ അവിടെ ഒരു ഷെയ്ഡിങ് കൊടുത്താൽ എന്താണ് അത് സംഭവിക്കുക? ഇപ്പം ഇനി നിങ്ങൾ സ്ക്രീനിൽ നോക്കി ഉണ്ടോ? ഇപ്പം എന്താ സംഭവിച്ചത്? ആ മുകളിലുള്ള ഏരിയ താഴേക്ക് കൊടുത്തു. താഴേക്ക് കൊടുത്തപ്പോൾ ആ ട്രയാങ്കിളായിട്ട് മാറി. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? രണ്ടെണ്ണത്തിൻ്റെയും ഏരിയ സെയിം ആണ് അല്ലേ? ട്രയാങ്കിളിൻ്റെ ക്വാഡ്രിലാറ്ററിൻ്റെ ഏരിയ തന്നെയാണ് എ ഡി എൻ ട്രയാങ്കിളിൻ്റെ ഏരിയയും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. അപ്പോൾ അതിൻ്റെ ആൻസറാണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് നീറ്റായിട്ട് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ നിങ്ങളെൻ്റെ വീഡിയോ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതോടൊപ്പം തന്നെ അതിലെന്താ മനസ്സിലാക്കേണ്ടതെന്നുള്ളതുകൂടി ക്ലിയർ ചെയ്യുക കേട്ടോ. നോട്ട്സ് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യത്. ഇതാണ് കേട്ടോ അതിൻ്റെ ആൻസർ. ഓക്കെ, ഫസ്റ്റും സെക്കൻഡിൻ്റെ ആൻസർ അതിൽ അങ്ങനെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ എ ബി സി ഡി ഈസ് എ പെൻറ്റഗൺ with all sides of the same length and all angles of the same size. The sides AB and AE extended meet the side CD extended at P and Q. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? പറഞ്ഞുതരാം. എ ബി സി ഡി ഈസ് എ പെൻറ്റഗൺ. നോക്കൂ, ഇതാ ഇങ്ങനെ ഒരു 5 സൈഡഡ് ഫിഗർ, ഇതാണ് പെൻറ്റഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ഞാനിവിടെ നെയിം കൊടുക്കുകയാണ്. എ കണ്ടോ, ബി സി ഡി ഇ, ഇതാണ് പെൻറ്റഗൺ. എ ബി സി ഡി ഇ, ഇതാണ് പെൻറ്റഗൺ. ഓക്കെ, എ ബി സി ഡി ഈസ് എ പെൻറ്റഗൺ വിത്ത് ഓൾ സൈഡ്സ് ഓഫ് ദ സെയിം ലെങ്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി സെയിം സൈസ്. ഓൾ സൈഡ്സ് ഓഫ് സെയിം ലെങ്ത് ആൻഡ് ഓൾ ആംഗിൾസ് ഓഫ് ദി സെയിം സൈസ്. അപ്പോൾ ഇതൊക്കെ സെയിമാണ്, ഈ ആംഗിൾസ് ഒക്കെ സെയിം ആണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒക്കെ എക്സ് എന്ന് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ എക്സ് ആക്കി മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നത്? സൈഡ് എ ബി ആൻഡ് എ ഇ എക്സ്റ്റെൻഡഡ്. എ ബി ആൻഡ് എ ഇ എക്സ്റ്റെൻഡഡ്. എ ബി ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു, അതേസമയം തന്നെ എ ഇയും എക്സ്റ്റെൻഡ് ചെയ്തു. എ ബി ആൻഡ് എ ഇ എക്സ്റ്റെൻഡഡ്. മീറ്റ് ദ സൈഡ് സി ഡി. ഈ സി ഡി എന്ന് പറയുന്ന സൈഡ് 2 സൈഡിലോട്ടും ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തു എന്ന്. അത് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത് ഇവരും എവിടെയോ വെച്ച് കണ്ട് ഇവരും മീറ്റ് ചെയ്യുന്നുണ്ട്. അതെവിടെ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്? പിയിലും ക്യൂവിലും. കണ്ടോ? ആർ ദ സൈഡ്സ് ട്രയാങ്കിൾ ബി പി സി ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ ഇ ക്യു ഡി. ഈ പുറത്തുള്ള ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ തന്നെയാണോ ഇതിൻ്റെ ഏരിയ? അത് നമ്മളോട് ചോദിക്കുകയാണ്. അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിവിടെ എക്സ് എന്ന് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അല്ലേ, ലീനിയർ പെയർ നിങ്ങൾ പഠിച്ചതാണ്. ഇവിടെ ഒരു ലൈനിൻ്റെ മുകളിൽ ഇവിടെ ഒരു എക്സ് വരികയാണെങ്കിൽ ഇതിൻ്റെ തൊട്ടിപ്പുറം എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. അതേപോലെ ഇവിടെ 180 മൈനസ് എക്സ് കണ്ടോ. അപ്പോൾ ഇവിടെയും എന്താ വരിക? 180 മൈനസ് എക്സ്. അപ്പോൾ ഇത് രണ്ടും 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ നമുക്കൊരു y എന്ന് കൊടുക്കാം വെറുതെ വേണമെങ്കിൽ. അപ്പോൾ ഈ ട്രയാങ്കിളിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെ എക്സ് ആയിരിക്കും, ഇവിടെ എക്സ് ആയിരിക്കും. അപ്പോൾ ഇതെന്തായിരിക്കും? എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ് കേട്ടോ. 180 മൈനസ് എക്സ്, 180 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് 180 മൈനസ് എക്സ് ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് നേരത്തെ എടുത്ത y തന്നെ കൊടുക്കേണ്ടി വരും. കാരണം ആ ട്രയാങ്കിളിൻ്റെ അതേ മെഷർമെൻറ്റ് തന്നെയാണ് ഇതിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താ പറയുക? ബി പി സി ഈസ് ഈക്വൽ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഇ ക്യു ഡി. യെസ്, ബിക്കോസ് ദേ ആർ
ഈക്വൽ ട്രയാങ്കിൾസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം ഒന്നുകൂടി. ഞാനിതിൽ കളർ ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് കളർ ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കേട്ടോ. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഞാൻ ആ ട്രയാങ്കിളിൽ രണ്ടിനും കളറിങ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയാണ്. ലിസൺ. അപ്പോൾ ഞാനിവിടെ ആംഗിൾ എക്സ് എന്ന് മാർക്ക് ചെയ്താൽ ഇവിടെ എന്തായിരിക്കും? നേരത്തെ നിങ്ങൾ പറഞ്ഞ 180 മൈനസ് എക്സ് ആയിരിക്കും. ഇവിടെ അതേപോലെ എക്സ് എന്ന് മാർക്ക് ചെയ്താൽ അപ്പോൾ അത് ഈക്വൽ ആംഗിൾസ് ആണ് കേട്ടോ. അപ്പോൾ ഇത് വരിക 180 മൈനസ് എക്സ് ഉണ്ടോ. ഇനി അടുത്തത് ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? സെയിം 180 മൈനസ് എക്സ് ആയിരിക്കും. അതേപോലെ ഇവിടെ എക്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെയിം എന്താ വരിക? 180 മൈനസ് എക്സ് ആയിരിക്കും ഉണ്ടോ. ഇനി അടുത്തത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് വൈ എന്ന് എടുത്താൽ ഇവിടെയും നമ്മൾ വൈ എന്ന് എടുക്കണം. കാരണം എന്താ? ട്രയാങ്കിൾ BPC കാണുന്നുണ്ടോ? BPC ട്രയാങ്കിളിലെ അതേ ആംഗിൾ തന്നെയാണ് ട്രയാങ്കിൾ EQDയിലും കൺസിഡർ ചെയ്യേണ്ടത്. കാരണം രണ്ട് ആംഗിൾ സെയിം ആണല്ലോ, 180 മൈനസ് എക്സ് 180 മൈനസ് എക്സ് രണ്ടിലും ഈക്വൽ ആണെങ്കിൽ തേർഡ് ആംഗിൾ എന്തായാലും ഈക്വൽ ആയിക്കോണം. അപ്പോൾ എവിടെയെങ്കിലും നമ്മൾ വൈ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേത് എന്തായിരിക്കണം? വൈ തന്നെ കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ ആ ഒരു മെഷർമെൻറ്റ് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. മെഷർമെൻറ്റ് രണ്ടും ഈക്വൽ ആണെങ്കിൽ ട്രയാങ്കിൾ രണ്ടും എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആണ് കേട്ടോ. Therefore, triangle BPC and triangle EQD are equal triangles. Therefore, their sides are also equal. കണ്ടോ? EQDയും BPCയും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്, സൈഡ്സ് ഈക്വൽ ആണ്. ഇനി ഇവർ പിന്നെ ചോദിക്കാൻ, ആർ ദ സൈഡ്സ് AP ആൻഡ് AQ ഓഫ് ട്രയാങ്കിൾ APQ ആർ ഈക്വൽ? ഇനി ഇവർ ചോദിക്കുകയാണ് ഈ രണ്ട് ട്രയാങ്കിളിലെയും ബാക്കിയുള്ള സൈഡുകൾ ഈക്വൽ ആണോ എന്ന് വെച്ചാൽ APയും AQയും വലിയ ട്രയാങ്കിൾ കേട്ടോ. APQ എന്ന് പറയുന്ന ലാർജർ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വൽ ആണോ? യെസ്, കാരണം ഇത് രണ്ടും ഈക്വലായി. പിന്നെ ഇതിലേക്ക് നമ്മൾ AB എന്ന സൈഡ് ആഡ് ചെയ്യുന്നു. അതേപോലെ EQ എന്നതിനോട് കൂടെ AE ആഡ് ചെയ്യുന്നു. AEയും ABയും ഈക്വൽ ആയ സ്ഥിതിക്ക് ഇത് രണ്ട് ലെങ്ത്തും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും കണ്ടോ. അപ്പോൾ അത് ഈക്വൽ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറും ഞാനിതിൽ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഡ് ചെയ്യുന്ന മെഷർമെൻ്റ് ഒക്കെ ലാസ്റ്റത്തേലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളിതും ഈ പറഞ്ഞ പോലെ തന്നെ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഫിഗർ കളറിംഗ് ഒന്നും ആവശ്യമില്ല കേട്ടോ. കളറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഉള്ള പോലെ മതി കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ മതി. അതിനുശേഷം ഈ ഒരു സ്റ്റെപ്പ് എഴുതിയെടുത്ത് അടുത്തതിലേക്ക് കടക്കാം നമുക്ക്. ഇനി ABCD പാരലലോഗ്രാം നോട്ടിലേക്ക് ഡ്രോ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഡ്രോ ചെയ്തിട്ടുണ്ടാവുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചെയ്തിട്ടില്ലെങ്കിൽ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം. ABCD എന്ന് പറഞ്ഞത് പാരലലോഗ്രാം ആണ്. ഇനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. വി ക്യാൻ സേ ദാറ്റ് AB ഈസ് ഈക്വൽ ടു CD. ABCD ഈക്വൽ ആണ്. ആൻഡ് AD ഈസ് ഈക്വൽ ടു BC. ADയും BCയും ഈക്വൽ ആണ്. And also we say that AB parallel to BC കണ്ടോ. ഞാൻ ആ BCD ആണ് മാറിപ്പോയതാ. AB parallel to CD ഞാൻ ആ എഴുതിയ കണ്ടോ നിങ്ങൾ? പാരലൽ എന്ന് പറഞ്ഞിട്ട് ആ രണ്ട് ലൈന് കുത്തനെ വരയ്ക്കുക, അതിൻ്റെ കൂടെ ഒരു എല്ലോ കേട്ടോ. AB parallel to CD and AD parallel to BC. AD parallel to BC. ക്ലിയർ ആണേ? ഡൗട്ടില്ലല്ലോ? മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പാരലലോഗ്രാമിൻ്റെ പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഓൾസോ വി ക്യാൻ സേ ദാറ്റ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് ഈസ് ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ C ആൻഡ് D ആൻഡ് B ആർ ഓൾസോ ഈക്വൽ. ദാറ്റ് ഈസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ D. ആംഗിൾ B ഈസ് ഈക്വൽ ടു ആംഗിൾ D. Listen. ഇനി ഡ്രോയിങ് ഡയഗണൽ വി ക്യാൻ സ്പ്ലിറ്റ് ഇൻ ടു 2 ട്രയാങ്കിൾസ്. അതും നിങ്ങൾ നോട്ടിലേക്ക് ഇതേപോലെ തന്നെ ഡ്രോ ചെയ്യുക. ഡ്രോയിങ് ദ ഡയഗണൽ AC ഇത് എഴുതുക, എന്നിട്ട് അതിൻ്റെ താഴെ ഇത് വരയ്ക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, സ്പ്ലിറ്റ് ഇൻ ടു 2 ട്രയാങ്കിൾസ്. ഇനി ട്രയാങ്കിളിനെ പറ്റി നമുക്ക് എന്തൊക്കെ പറയാം അതാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കിക്കോണം കേട്ടോ, എന്തൊക്കെ നിങ്ങൾക്കറിയാം. ലിസൺ ഹിയർ. ആംഗിൾ ACD കാണുന്നുണ്ടോ? ACD ഞാനിവിടെ കളർ ചെയ്തിട്ടുണ്ട്. ACD ആൻഡ് BAC. ലിസൺ, BAC കണ്ടോ. These angles are alternate interior angles or interior angles.
അപ്പോൾ അത് നമുക്ക് കിട്ടിയേ. ആൻഡ് അനദർ AD ആൻഡ് BC ആർ പാരലൽ. ലിസൺ, AD ആൻഡ് BC ആർ പാരലൽ. അപ്പോൾ ഞാനിവിടെ ഒരു കളറിങ് കൊടുക്കുകയാണ്. ഏതാ? ദിസ് വൺ, ഗ്രീൻ ആംഗിളും അതേപോലെ തന്നെ ഈ ആംഗിളും. ഇതും നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് കേട്ടോ. ഇത് ഓൾട്ടർനേറ്റ് ആംഗിളാണ്. അപ്പോൾ ഈ ഓൾട്ടർനേറ്റ് ആംഗിൾസ് അവിടെ എന്തായിട്ട് വന്നു? ഈക്വൽ ആയിട്ട് വന്നു കേട്ടോ. ആംഗിൾ DAC ഈസ് ഈക്വൽ ടു ആംഗിൾ BCA. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെ കോമൺ ആയിട്ടുള്ള സൈഡാണ് ആര്? കോമൺ സൈഡാണ് AC എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറയാം ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ് ഓർ ഈക്വൽ. അത് നോട്ടിലേക്ക് എഴുതണ്ട കേട്ടോ. ഈ പറഞ്ഞൊന്നും നിങ്ങൾ നോട്ടിൽ എഴുതണ്ട, ഇപ്പോൾ സ്ക്രീനിലുള്ളത് മാത്രം എഴുതിയാൽ മതിയായിരുന്നു കേട്ടോ. ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി, ക്ലാസ് കേട്ടാൽ മതി നിങ്ങൾ കേട്ടോ. ഇതിനടുത്ത് ഇനി പാരലലോഗ്രാം ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. അത് നമ്മൾ പറഞ്ഞാണ്, ഇത് നിങ്ങൾ എഴുതണമെന്നില്ല കേട്ടോ, നമ്മൾ നോട്ടിലേക്ക് എഴുതിയതാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. ഇനി പാരലലോഗ്രാം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഇത് നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് വെച്ചാൽ ഇപ്പോൾ APയുടെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ, AC എന്ന് പറയുന്ന ഡയഗണലിൻ്റെ ലെങ്ത്ത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 5ഉം ഇത് 5ഉം ആയിരിക്കും. അതേപോലെ തന്നെ BD 8 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. BD 8 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഡയഗണൽ ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞത്. ഇനി അടുത്തത്, അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്യണം. ഈ ഫിഗർ വരച്ചും കഴിഞ്ഞിട്ട് ആ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എഴുതിയാൽ മതി, നോട്ടിലേക്ക് കോപ്പി ചെയ്യാം. ഇനി ഐസോസിലസ് ട്രയാങ്കിൾ, സൈഡ് ഹെഡിങ് എഴുതണം. റൈറ്റ് ഡൗൺ സൈഡ് ഹെഡിങ് ഐസോസിലസ് ട്രയാങ്കിൾ ആൻഡ് ഡ്രോ ദിസ് ഫിഗർ. ട്രയാങ്കിൾ ABC ഡ്രോ ചെയ്യുക. റഫ് ഫിഗറാണ്, മെഷർമെൻറ്റ് എടുക്കരുത്. ഞാൻ അതിൽ റഫായിട്ട് ഒരു മെഷർമെൻറ്റ് കൊടുത്താണ് 6 എന്ന്. ഇനി പറയാം, in an isosceles triangle two sides are equal, that is AC is equal to BC. We are given AC is equal to BC. These two sides are equal. If two sides of a triangle are equal, such types of triangles are called isosceles triangle. And then the angle opposite to the equal sides are also equal. Therefore angle A is equal to angle B. No. ഈക്വൽ സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. ഓക്കെ, അതോടെ ഞാനിവിടെ എഴുതിയിടും. ആംഗിൾ A ഈസ് ഈക്വൽ ടു ആംഗിൾ B. ഇതാണ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിളിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും, 2 സൈഡ് ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും സൈമൾട്ടേനിയസ്ലി എന്നാണ് പറയുക, ഒരേ സമയം നടക്കുന്ന കേട്ടോ. ഓർത്ത് വെക്കണേ, 2 സൈഡ് സെയിം ആണ്, 2 ആംഗിൾ ഡിഫറെൻ്റ് ആണ്, അങ്ങനെ വരില്ല കേട്ടോ. സൈഡിന് ഓപ്പോസിറ്റുള്ള ആംഗിളാണ് സെയിം ആയിട്ട് വരിക. അപ്പോൾ ഈ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഇവിടുത്തെ 6 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റുള്ള ഈ ആംഗിളും ഈക്വൽ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫിഗർ നിങ്ങൾ എനിക്ക് ഡ്രോ ചെയ്യണമെന്നില്ല, ആ ഫിഗർ വെച്ചിട്ട് പറഞ്ഞാണ് ഇഫ് 2 സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദ ഓപ്പോസിറ്റ് ഓഫ് ദീസ് സൈഡ്സ് ആർ ഓൾസോ ഈക്വൽ. നിങ്ങൾ എഴുതിക്കോ, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കൂടെ അങ്ങ് എഴുതിക്കോ. തൊട്ടതായി ഇഫ് 2 ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ദി ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കോൺവേഴ്സ് ആണ്, ഇപ്പോൾ പറഞ്ഞ തിരിച്ചു പറഞ്ഞു. സൈഡ് സെയിം ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ സെയിം, ഇനി ആംഗിൾ സെയിം ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റുള്ള സൈഡ് സെയിം, അതാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഐസോസിലസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിനെ പറ്റി പറയാം. വാട്ട് യു മീൻ ബൈ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ മീൻസ് ഓൾ sides of a triangle are equal. Such types of triangles are called equilateral triangle. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത് എല്ലാ സൈഡും സെയിം ആണെങ്കിൽ എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി ഈക്വിലാറ്ററൽ ട്രയാങ്കിളിൽ നമുക്ക് ആംഗിൾ ഒന്നേ ഉള്ളൂ, ഏതാണെന്നറിയോ? ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. അവിടെ പിന്നെ വേറൊരു സംഭവമില്ല, എല്ലാ ആംഗിളും 60 ഡിഗ്രി വരുന്നതെന്ന് മാത്രം കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. ഞാൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ, എല്ലാ ആംഗിളും 60 ഡിഗ്രിയാണ്. അത് എപ്പോഴും 60 ആയിരിക്കും. ഐസോസിലസിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എത്രയാണ് വരിക എന്ന്, പക്ഷേ ഇക്വിലാറ്ററിൽ നിങ്ങൾ ഉറപ്പിച്ചു ആംഗിൾ സെയിം ആയിരിക്കും എപ്പോഴും, പക്ഷേ സൈഡ്സ് ഡിഫറെൻ്റ് ആവും കേട്ടോ. അപ്പോൾ ഇതിൽ ഗിവൺ 4 സെൻറ്റിമീറ്റർ ആണ് ഗിവൺ ആയിട്ടുള്ളതെങ്കിൽ അടുത്തതിൽ മെഷർമെൻറ്റ് മാറും. അപ്പോൾ ഇത് നിങ്ങൾ നോട്ടിലേക്ക് കോപ്പി ചെയ്ത എല്ലാവരും. അപ്പോൾ അത് ഈ താഴെയുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഓർത്ത് വെക്കണം. ഇൻ എനി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓൾ ആംഗിൾസ് ആർ 60 ഡിഗ്രി. ഇനി നമ്മൾ ഇതുമായിട്ട് കൺസിഡർ ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് കേട്ടോ. ലിസൺ. സം ഐസോസിലസ് ട്രയാങ്കിൾസ് ആർ ഡ്രോൺ ബിലോ. ഇൻ ഈച്ച് one angle is given.
ഫൈൻഡ് ദി അതർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫിഗർ ഇതാണ്. ഇത് നിങ്ങൾ ആദ്യം ഡ്രോ ചെയ്യുക, റഫായിട്ട് ഡ്രോ ചെയ്യുക. ഇവിടെ നമുക്ക് എക്സ് എന്ന് കൊടുക്കാം, ഇവിടെ എക്സ് എന്ന് കൊടുക്കാം, കാരണം അത് രണ്ടും സെയിം ആയിരിക്കും. ആണോ? വൺ ആംഗിൾ ഈസ് ഗിവൺ, ഫൈൻഡ് ദി അതർ ആംഗിൾ. അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അതാണോ സെയിം എന്ന്? അല്ല അല്ലേ? അല്ല, അവിടെ അതല്ല സെയിം ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് മായ്ക്കുകയാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഫിഗറിൽ നോക്കിയിട്ട്, ഒന്നാമത്തെ ഫിഗറിൽ നോക്കിയിട്ട് ഏത് ആംഗിളാണ് സെയിം ആയിട്ട് തോന്നുന്നത്? ഉണ്ടോ? ഇതാണ്. ഈ സൈഡ് സെയിം ആയിട്ട് വരും, ഇത് സെയിം ആയിട്ട് വരും. ഫിഗറിൽ തന്നെ നിങ്ങൾ ഡ്രോ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇതേപോലൊരു മെഷർ ഇത് കൊടുത്തിട്ട് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പെന്നോണ്ട് എഴുതുക, ഇത്രയും പെന്നോണ്ട് എഴുതുക. ഇനി കാണുന്ന ഈ ഒരു മെഷർമെൻറ്റ് ഇതാ, ഞാൻ ഇനി എഴുതുന്ന പെൻസിലുകൊണ്ട് എഴുതുക. 30 ഡിഗ്രി കഴിഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ഓവർ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതാ, നോക്കിക്കോണേ. ഇതാ ഇവിടെയുള്ള മെഷർമെൻറ്റ് എത്ര, അതേപോലെ തന്നെ ഇവിടെയുള്ള മെഷർമെൻറ്റ് എത്ര, ഇത് രണ്ടും നമ്മൾ ഫൈൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് രണ്ടും അല്ലേ സെയിം ആയിട്ടുള്ളത്? ആണ്. അപ്പോൾ ഞാനിനി മാർക്ക് ചെയ്ത ആംഗിൾ അല്ലേ സെയിം ആയിട്ട് വരേണ്ടത്? അതെ. അപ്പോൾ ഇനി എത്ര ഡിഗ്രി ബാലൻസ് ഉണ്ട്? 180 ഡിഗ്രിയാണ് അവിടെ ടോട്ടൽ ഉണ്ടാവുക. അതിൽ നിന്ന് 40 ഡിഗ്രി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 140 ഡിഗ്രി. 140 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 70 ഡിഗ്രി, ഇവിടെ 70 ഡിഗ്രി. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിട്ടുള്ളതൊക്കെ നിങ്ങൾ പെന്നോണ്ട് എഴുതുക, എന്നിട്ട് കണ്ടുപിടിക്കുന്നതൊക്കെ പെൻസിലോണ്ട് എഴുതുക. അപ്പോൾ പിന്നെ വേറെ നിങ്ങൾ ചെയ്യാൻ പോകണ്ട. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ സെയിം ആണ് അല്ലേ? അപ്പോൾ ഈ ആംഗിളും അതേപോലെ തന്നെ പറയും, ഇനി ഒരു ആംഗിളൂടെ സെയിം ആയിട്ട് വരുമല്ലോ. ഇവിടെയുള്ള ഈ ഒരു ആംഗിളും സെയിം ആണ് കണ്ടോ? ഇത് രണ്ടും സെയിം ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ഉണ്ടാവും അത് രണ്ടും കൂടെ? 180 മൈനസ് 20 ദാറ്റ്സ് ഈക്വൽ ടു 60 ഡിഗ്രി. 160 ആണെങ്കിൽ ഇവിടെ 80 ഡിഗ്രി ഉണ്ടാവും, ഇവിടെ 80 ഡിഗ്രി ഉണ്ടാവും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ഇതാ ഈ രണ്ട് സൈഡ് സെയിമാണ്, കാണുമ്പോൾ തന്നെ നമുക്കറിയാം സെയിം ആണെന്ന് അല്ലേ? ഇനിയിപ്പോൾ ഇവിടെയുള്ള ഈ ഒരു ആംഗിളും അതേപോലെ തന്നെ ഈ ഒരു ആംഗിളും സെയിം ആയിരിക്കും ഉണ്ടോ? ഈ ഒരു രണ്ട് ആംഗിള് സെയിം ആയിട്ട് വരുന്നു. അപ്പോൾ ഇവിടെ അത് എത്ര ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാം. 180 മൈനസ് 100 ദാറ്റ്സ് ഈക്വൽ ടു 80 ഡിഗ്രി. അപ്പോൾ 80 ആണ് ഇവിടെ ഓരോന്നും എത്ര ഉണ്ടാവുക? 40 ഡിഗ്രി 40 ഡിഗ്രി ഉണ്ടോ? സിമ്പിൾ. ഇപ്പോൾ ജസ്റ്റ് മാർക്ക് ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ പെന്ന് കൊണ്ട് മാർക്ക് ചെയ്യുക, ഗിവൺ ആയിട്ടുള്ള തന്നത് കണ്ടുപിടിക്കുന്നത് ഓരോന്നും പെൻസിൽ കൊണ്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 90 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? അപ്പോൾ ആ ഒരു റഫ് ഫിഗർ ഞാൻ അവിടെ ഡ്രോ ചെയ്യാൻ പോവാണ്. വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 90 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? അപ്പോൾ നോക്കാം എന്താ വരിക എന്ന് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഞാനൊരു ഐസോസെലസ് ട്രയാംഗിൾ ഡ്രോ ചെയ്തിട്ടുണ്ട്. വൺ ആംഗിൾ ഈസ് 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി എവിടെയാണ് കൊടുക്കേണ്ടത്? ടോപ്പിൽ കൊടുക്കണം, അത് അവിടെ. കാരണം എന്താ അറിയോ, വേറൊരു 90 നമ്മൾ കൊടുത്താൽ പിന്നെ ഒരു ആംഗിൾ കൊടുക്കാൻ ഉണ്ടാവില്ല. മനസ്സിലായോ? അതായത് ഒരു 90 നമ്മൾ കൊടുത്താൽ 180 ആയി, പിന്നെ ഒരു ആംഗിൾ കൊടുക്കാൻ ഉണ്ടാവില്ല. ടോട്ടൽ 180 അല്ലേ ഉണ്ടാവുള്ളൂ. സോ അപ്പോൾ ഈ ഓരോന്ന് എത്ര ഉണ്ടാവണം? അപ്പോൾ നമുക്ക് പറയാം ഇത് രണ്ടുമാണ് ഈക്വൽ ആവേണ്ടത് കേട്ടോ. ഇത് രണ്ടുമാണ് ഈക്വൽ ആവേണ്ടത്. ഇനി ബാക്കിയുള്ള കണ്ടുപിടിക്കേണ്ട ആംഗിൾ വരുന്നത് 180 മൈനസ് 90 ആണ്. ദാറ്റ് ഈസ് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ 90 ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇവിടെ, ഹാഫ് ഇവിടെ ഉണ്ടോ? 45 ഡിഗ്രി ഈച്ച്. അപ്പം നിങ്ങൾ ഈ ഫിഗർ ഡ്രോ ചെയ്തിട്ട് ഇതേപോലെ തന്നെ അതിൽ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 60 ഡിഗ്രി, വാട്ട് ആർ ദി അതർ ടു ആംഗിൾസ്? വൺ ആംഗിൾ ഓഫ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ ഈസ് 60 ഡിഗ്രി. അപ്പോൾ നമുക്ക് ആ ഒരു ഫിഗർ ഡ്രോ ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് വരിക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഈ 60 ഡിഗ്രി എവിടെയാണ് നമ്മൾ മാർക്ക് ചെയ്യുക? പ്രശ്നമാണ് അല്ലേ? അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ആയിട്ട് മാർക്ക് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടോ എവിടെയെങ്കിലും മാർക്ക് ചെയ്യാൻ പറ്റുമോയെന്ന് നോക്കാം. ഈ 60 ഡിഗ്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, എവിടെയും മാർക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ 60 ഡിഗ്രി മാർക്ക് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സൈഡായിട്ട് ഈക്വൽ ആയിട്ട് എടുത്തു. അപ്പോൾ ഇനി ബാലൻസ് എത്ര ഡിഗ്രിയാണ് വരുന്നത്? ദാറ്റ് ഈസ് 120 ഡിഗ്രി മൈനസ് 60 ഡിഗ്രി ദാറ്റ്സ് ഈക്വൽ ടു 180 മൈനസ് 60 ഡിഗ്രി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. ഈ 120 ഡിഗ്രിയുടെ ഹാഫ് ഇവിടെ, ഹാഫ് ഇവിടെ ആയിരിക്കും ഉണ്ടോ. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി 60 ഡിഗ്രി. അപ്പം ഒരാൾ വേറെ ഏതെങ്കിലും സൈഡിൽ 60 മാർക്ക് ചെയ്ത് വിചാരിക്കും, വേറെ ഏതെങ്കിലും ആംഗിൾ 60 ഡിഗ്രി മാർക്ക് ചെയ്താൽ അയാൾക്ക് വീണ്ടും കിട്ടുന്ന ഈ മെഷർമെൻ്റ് ആയിരിക്കും. അപ്പോൾ 60 ഡിഗ്രിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് മെഷർമെൻറ്റ് കൊടുക്കാം കേട്ടോ.
എവിടെ നിങ്ങൾക്ക് കൊടുക്കാം, ആൻസർ റെഡി ആയിക്കോളും. സോ അപ്പോൾ ആ ക്വസ്റ്റ്യന് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ലിസൺ. ഇൻ ദ ഫിഗർ O is the center of the circle and AB are A, B are points on the circle. Compute angle A and angle B. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം, ശ്രദ്ധിക്കും. ഓക്കെ, ആംഗിൾ എയും ആംഗിൾ ബിയും കാണണമല്ലോ. അപ്പോൾ ഞാൻ ആ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് വേണ്ട തന്നിട്ടുള്ള ട്രയാങ്കിൾ ഞാനൊരു ഷെയ്ഡിങ് കൊടുക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ സ്ക്രീനിൽ ഞാൻ കളർ ചെയ്ത ട്രയാങ്കിൾ മാത്രമേ നിങ്ങൾ മൈൻഡ് ചെയ്യാവുള്ളൂ. പക്ഷേ അതിന് മുമ്പേ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. ഹിയർ OB ആൻഡ് OA ആർ ഈക്വൽ. അപ്പോൾ നമുക്കിതിൽ നിങ്ങൾ നോട്ടിലേക്ക് ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യണം. എന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഇതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യുക. ദാറ്റ് ഈസ് OA ഈസ് ഈക്വൽ ടു OB. അതിൻ്റെ റീസൺ റേഡിയസ്. ഓക്കെ, ദെർഫോർ ട്രയാങ്കിൾ OAB ഈസ് an isosceles triangle. Is an isosceles triangle. Isosceles triangle. Isosceles triangle. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താ വരിക പറയൂ. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആയിരിക്കുമല്ലോ. ഓക്കെ, ദെൻ അപ്പോൾ അവിടെ ഒരു ആംഗിൾ ഗിവൺ ആണ്, വൺ ആംഗിൾ ഈസ് ആംഗിൾ O ദാറ്റ് ഈസ് ഗിവൺ 60 ഡിഗ്രി. സോ 180 - 60 ഈസ് 120 ഡിഗ്രി. അപ്പോൾ ഇതിൻ്റെ ഹാഫ് ഇവിടെ വരും, ഹാഫ് പോർഷൻ ഇവിടെ വരും. സോ ഈച്ച് ആംഗിൾ വിൽ ബി 60 ഈച്ച്. ഓക്കെ, കഴിഞ്ഞു. വാട്ട് ഈസ് ആംഗിൾ എ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. വാട്ട് ഈസ് ആംഗിൾ ബി? ആംഗിൾ ബി ഈസ് ഓൾസോ 60 ഡിഗ്രി. ഫിനിഷ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസൺ. In the figure below, O is the center of the circle, ABCD are points on the circle. What is the angle of triangle APC? അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു ഇതിൻ്റെ ടോട്ടൽ എത്ര ഉണ്ടാവുക? അത് കംപ്ലീറ്റ് അവിടെ 120 120 ഉണ്ട്. ഇത് ടോട്ടൽ എത്ര ഉണ്ടാവുക? 360 ആയിരിക്കും കേട്ടോ. അത് ടോട്ടൽ ആംഗിൾ 360 ആയിരിക്കും. അപ്പോൾ 360 - 240, കാരണം 120 120 അവിടെ ഗിവൺ 240 ആയി. അപ്പോൾ സോ ദ റിമൈനിങ് ആംഗിൾ വിൽ ബി 120 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഉള്ള ആംഗിളും എന്ത് തന്നെ ആയിരിക്കും? 120 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിനുള്ളിൽ 3 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. ട്രയാങ്കിൾ OAB, ട്രയാങ്കിൾ OBC, ട്രയാങ്കിൾ OAC. ഓക്കെ, വി ഹാവ് 3 ട്രയാങ്കിൾസ് ഹിയർ. അപ്പോൾ ഇനി അതിൽ ഒരു ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഞാനൊരു യെല്ലോ കളർ കൊടുത്തിരിക്കുന്ന ഒരു ട്രയാങ്കിളിൽ. അപ്പോൾ അതിൽ ഒരു ആംഗിൾ ഗിവൺ ആണ് 120. യെല്ലോ കളറിൽ 120 ഗിവൺ ആണ്. ഹിയർ OA ഈസ് ഈക്വൽ ടു, നമുക്ക് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. OA ഈസ് ഈക്വൽ ടു OB ഈക്വൽ ടു OC. വൈ OA, OB, OC ആർ ഈക്വൽ? ദേ ആർ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ഓക്കെ, റേഡിയസ്. ദെർഫോർ ട്രയാങ്കിൾ OAC ഈസ് ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ. ഓക്കെ, അപ്പോൾ സോ ഈ ആംഗിൾ എത്ര ഉണ്ടാവും? ഇത് എത്ര ഉണ്ടാവും നിങ്ങൾ പറ. അവിടെ ഒരു ആംഗിൾ 120 ഉണ്ടേ, ഉണ്ടാവും. ഈ ഒരു ആംഗിൾ 120 അപ്പോൾ എത്ര ഉണ്ടാവും പറ. ഞാൻ ആ കളർ ചെയ്തു. 120 കഴിഞ്ഞാൽ സോ 180 - 120 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ 60 ഡിഗ്രിയാണ് രണ്ടും കൂടെ വേണ്ടത്. അപ്പോൾ ഓരോന്നും എത്ര ഉണ്ടാവും? 30 ഉണ്ടോ. സിമിലർലി ഇതും 30 ഉണ്ടോ. 30. സിമിലർലി ഇത് 30 ഉണ്ടോ. ഇനി നിങ്ങൾ പറ, അങ്ങനെയാണ് ആംഗിൾ എ എത്രയാണ്? ആംഗിൾ എ 30 + 30 ദാറ്റ് ഈസ് 60 ഡിഗ്രി. Then angle B is equal to 30 + 30 that is 60 degree. Then angle C 30 + 30 that is also 60 degree. Finish. Clear? Okay. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഇതേപോലെ തന്നെ നോട്ടിലേക്ക് ഫിഗർ ഡ്രോ ചെയ്യുക. റഫ് ഫിഗർ ആണ്, നോട്ടിലേക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, ഇനി ബൈസെക്ടർ. എന്താണ് ബൈസെക്ടർ? ബൈസെക്ടർ മീൻസ് ലൈനിനെ പകുതിയിൽ വെച്ച് കട്ട് ചെയ്യുന്ന ആളെയാണ് ബൈസെക്ടർ എന്ന് പറയാം. ഞാൻ പറയട്ടെ, ഇവിടെ ഞാനൊരു ലൈൻ സെഗ്മെൻറ്റ് കൺസിഡർ ചെയ്യുകയാണ് AB. നിങ്ങളിത് എഴുതരുത് കേട്ടോ, ഞാൻ ഇപ്പോൾ ഇതൊന്നും എഴുതണ്ട. ഇതിൽ ടോട്ടൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണെന്ന് വിചാരിക്കും. ഇതിൻ്റെ ടോട്ടൽ 10 സെൻറ്റിമീറ്ററാണ്. ഞാൻ ഇതിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്തു. ഇവിടെ 5 സെൻറ്റിമീറ്റർ, ഇത് 5 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. അപ്പോൾ CD ഈസ് കോൾഡ് ദ ബൈസെക്ടർ ഓഫ് AB. CD ഈസ് കോൾഡ് ദ ബൈസെക്ടർ ഓഫ് AB. ഇനി പറയാം, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വിചാരിക്കും. ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ദാറ്റ് ഈസ് AC ആൻഡ് BC ആർ ഈക്വൽ. എൻ്റെ വോയിസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കണേ. ഹിയർ AC ആൻഡ് BC ആർ ഈക്വൽ.
എ സിയും ബി സിയും ഈക്വൽ ആണെങ്കിൽ ദ ട്രയാങ്കിൾ എ ബി സി ഈസ് കോൾഡ് an isosceles triangle. ABC is called an isosceles triangle. ഇനി സിയുടെ ബൈസെക്ടർ സി എന്ന് ഞാനൊരു ലൈൻ ഡ്രോ ചെയ്യാണ് കേട്ടോ. ഇതിന് ഇതൊന്ന് വായിച്ചു വെക്കാം. ഐസോസിലസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദ പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട് ദ ആംഗിൾ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദ സൈഡ് ഓപ്പോസിറ്റ്. നിങ്ങൾ നോക്കിക്കോണം, ഇവിടുന്ന് താഴേക്ക് ഞാൻ സി എന്നൊരു ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുകയാണ്. ഇത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയ പോലെ വരയ്ക്കരുത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാനൊരു ഐസോസിലസ് ട്രയാങ്കിൾ ഡ്രോ ചെയ്തു എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഒരു ലൈൻ താഴേക്ക് വരയ്ക്കുകയാണ്. എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് വരയ്ക്കരുത്. വരച്ച് കഴിഞ്ഞാൽ ഇവിടെ 90 കിട്ടണം. പ്രൊട്രാക്ടർ വെച്ച് ചെയ്തോളാണ്ടി കേട്ടോ. 90 അങ്ങനെ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇപ്പോൾ ഒരു 4 ആയിരുന്നു വിചാരിക്കും. അങ്ങനെയാണ് ഇത് 2 ആയിരിക്കും. റഫാണ് കേട്ടോ, എക്സാമ്പിൾ പറഞ്ഞാൽ ഇത് 2 ആയിരിക്കും. ഇനി അഥവാ അത് ടോട്ടൽ 6 ആയിരുന്നെങ്കിൽ ഇത് 3 ആയിരിക്കും. ഓക്കെ, ഇനി വേറൊന്നുകൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഇവിടെ ടോട്ടൽ എങ്ങനെയാണോ ഉള്ളത്, മെഷർമെൻറ്റ് എത്രയാണോ അതിൻ്റെ പകുതിയായിരിക്കും. ഇത് ടോട്ടൽ ഇപ്പോൾ 80 ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇനി നിങ്ങൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് നോക്കിയാൽ 48 മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇവർ പറയാണ്, ഇൻ എനി ഐസോസിലസ് ട്രയാങ്കിൾ ദ പെർപെൻഡിക്കുലർ ഫ്രം ദി പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ് ടു ദ ഓപ്പോസിറ്റ് സൈഡ് ബൈസെക്ട് ദ ആംഗിൾ അറ്റ് ദിസ് പോയിന്റ് ആൻഡ് ദ സൈഡ്സ് ഓപ്പോസിറ്റ്. മുകളിലുള്ള ആംഗിളിനെയും ബൈസെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പകുതിയാക്കും, താഴെയുള്ള സൈഡിനെയും അത് പകുതിയാക്കും. പെർപെൻഡിക്കുലർ അതായത് സി പി എന്ന് പറയുന്നത് വെറും ചില്ലറക്കാരനല്ല. സി പി എന്ന് പറയുന്ന ലൈൻ എന്താക്കി, എ ബി എന്ന് പറയുന്ന സൈഡിനെയും പകുതിയാക്കി, മുകളിലുള്ള ആംഗിൾ സി എയെയും പകുതിയാക്കി. കേട്ടോ, ഈ സീനെ 2 പാർട്ടാക്കി, എ ബി എന്ന് പറഞ്ഞ സൈഡിനെയും പകുതിയാക്കി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയുന്നത്. ഇനി ഞാൻ ഇതേപോലെ ഒരു വീഡിയോയും കൂടെ സെൻഡ് ചെയ്ത് തരും ക്ലാസ്സിന് പുറമെ കേട്ടോ. ഒരു വീഡിയോയും കൂടെ സെൻഡ് ചെയ്ത് തരും. അപ്പോൾ ഇന്നെടുത്ത് ഞാൻ ശരിക്കും ക്ലാസ്സിലെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2, 3, 4 ക്ലാസ് എടുക്കേണ്ട ഒരു സംഭവമാണ് ഞാൻ ഇത്രയും സമയം കൊണ്ട് നിങ്ങൾക്ക് എടുത്തു തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നോട്ടിലേക്ക് കോപ്പി ചെയ്യേണ്ടത് കോപ്പി ചെയ്യുക. അപ്പോൾ എല്ലാം നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. ഓരോന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിലെടുക്കാം. ഓക്കെ.